അപ്പം ഇന്ന് ബ്രെഡ് എഗ്ഗിൽ മുക്കിയിട്ട് പൊരിക്കുന്ന ആ സ്നാക്സ് ഉണ്ടാക്കാൻ പോകുന്നിട്ടാണ്. അപ്പോൾ സ്വീറ്റ് ആയിട്ടും സ്വീറ്റ് അല്ലാതെ ഉണ്ടാക്കുന്നുണ്ട്. സ്വീറ്റ് അല്ലാതെ ഒനിയനൊക്കെ കട്ട് ചെയ്തിട്ട് കണ്ട് അങ്ങനെ ഉണ്ടാക്കും. ഇത് നമ്മൾ നല്ല സ്വീറ്റ് ആയിട്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ ആദ്യം ബ്രെഡ് ഒന്ന് കട്ട് ചെയ്യുക. ഇങ്ങനെ കോണായിട്ട് കട്ട് ചെയ്താൽ മതി. ഒരു ബൗളിക്ക് ഒരു 5 മുട്ട പൊട്ടിക്കുന്നുണ്ട്. എഗ്ഗൊന്ന് സ്പൂൺ കൊണ്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഒരു നുള്ള് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. മൈദ വളരെ കുറച്ചിട്ടാണ് ഇതിൽ ചേർക്കുന്നത്. 5 മുട്ടക്ക് 2 ടേബിൾ സ്പൂൺ മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി കൂടെ ചേർത്തതിന് ശേഷം വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടായതിനു ശേഷം അതിലേക്ക് ഫ്രൈ ചെയ്യാൻ ആവശ്യമായ വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ആ ബ്രെഡ് കട്ട് ചെയ്ത് എഗ്ഗ് മിക്സറിൽ ഒന്ന് മുക്കിയെടുക്കുന്നുണ്ട്. ഇനി ആ ഫ്രൈ പാനിൽ അത് ഫ്രൈ ചെയ്യാൻ വേണ്ടി ഇടുന്നുണ്ട്. ഇനി ആ ബ്രെഡിന് മുകളിൽ അല്പം പഞ്ചസാര വിതറി കൊടുക്കുന്നുണ്ട്. ഒരു സൈഡ് ഒന്ന് ഗോൾഡൻ ബ്രൗണായ ഒന്ന് മറിച്ചെടുക്കുന്നുണ്ട്. ആ മറിച്ചിട്ട സൈഡിലും പഞ്ചസാര അല്പം വിതറി കൊടുക്കുന്നുണ്ട്. ഇത് പെട്ടെന്നാവും തട്ട, തീ കൂടരുത്. വളരെ കുറഞ്ഞ തീയിൽ ചെയ്യണം, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. സിമ്പിളായിട്ടൊക്കെ മാറ്റാം ഫ്രൈ ആയത്. അപ്പോൾ ബ്രെഡ് നല്ല അടിപൊളിയായിട്ട് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. സംഭവം ഇതൊരു നിസ്സാര ഇതാണെങ്കിലും കഴിക്കാൻ നല്ല ടേസ്റ്റുള്ളതാണ് ഈ ബ്രെഡ് ഫ്രൈ. വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. അപ്പോൾ ഒരു പീസ് ടേസ്റ്റ് ചെയ്യുന്നുണ്ട്. സൂപ്പറാ. അപ്പോൾ ഓക്കെ.